കൺഫ്യൂസിങ് പ്രോബ്ലംസ് പാർട്ട് 6. ചില ചോദ്യങ്ങൾ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും. അങ്ങനത്തെ ഒരു ജോഡി ചോദ്യങ്ങളാണ് ഇവിടെ. 5000 രൂപയ്ക്ക് 6% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുക. 40000 രൂപയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുക. രണ്ടിലും കാണേണ്ടത് ഒന്ന് തന്നെയാണ്. എന്താ? സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. എന്താ വ്യത്യാസം? ഇത് 2 വർഷമാണ്, ഇത് 3 വർഷമാണ്. അപ്പോൾ 2 വർഷമാകുമ്പോൾ ഒരു സൂത്രവാക്യം, 3 വർഷമാകുമ്പോൾ മറ്റൊരു സൂത്രവാക്യം. അപ്പോൾ ഇതാദ്യം നമുക്ക് ചെയ്യാം. ഇവിടെ സൂത്രവാക്യം PR² 10,000. പ്രിൻസിപ്പൽ നിക്ഷേപിക്കുന്ന തുക എത്രയാണ്? 5000 ഇൻറ്റു ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് എത്രയാണ്? 6%. അപ്പോൾ R² എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6/10,000. നമുക്ക് ഇതിലത്തെ ഈ 3 0 വെട്ടിപ്പോയി. 2 കൊണ്ട് 2 6 2 10. ഈ 5 വെട്ടിക്കളഞ്ഞ ബാക്കി ഛേദം ഒന്നുമില്ല. അംശം 6 ഇൻറ്റു 3 18 രൂപ. നമുക്ക് ഇതിന് ഉത്തരം കിട്ടി. അടുത്ത സൂത്രവാക്യം ഇതുമായിട്ട് ബന്ധമുണ്ട്. ഈ സൂത്രവാക്യം ഇതിൽ വരുന്നുണ്ട്. അതായത് PR² 10,000 അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ മതി. ഇൻറ്റു 3 + R/100. അപ്പോൾ ഈ സൂത്രവാക്യം PR² 10,000 അതിൻ്റെ കൂടെ ഇൻറ്റു ഇട്ടിട്ട് ഇതും കൂടി ചേർക്കണമെന്ന് മാത്രം. വില കൊടുക്കുക. പി എത്രയാണ് ഇവിടെ? നിക്ഷേപത്തുക 40,000. 2 3 4 0 ഇൻറ്റു പലിശ നിരക്കിൻ്റെ സ്ക്വയർ എത്രയാണ്? 5 ഇൻറ്റു 5/10,000 ഇൻറ്റു 3 + R/100. 3 R എത്രയാണ്? R 5. അപ്പോൾ 3 + 5/100 എന്ന് വരും. 3 + 5/100 എത്ര വരും? 305/100 അല്ലേ? ഇതെങ്ങനെ കൂട്ടുക? 3 × 100 305 305/100. 3 × 100 305 കൂട്ടിയാൽ 305/100 എത്രയാണ്? 305/100. നമുക്കിതിൽ ഇവിടെ 4 0 ഉണ്ട്. ഈ 10,000 വെട്ടിപ്പോയി. ബാക്കി 4 × 5 × 5 305/100. നമുക്ക് 5 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 6 5 30 1 5 5/20 എന്ന് വരും. ഈ 4 20 പിടിച്ചെടുക്കുമ്പോൾ 5 എന്ന് വരും. ഈ 5 വെട്ടിപ്പോയി. 5 × 61 1 5 5 5 6 30 അല്ലേ? എത്ര വരും? അപ്പോൾ 305 രൂപയാണ് ഉത്തരം. കടന്നുവോ?